കരടി ഗാനത്തിനെതിരായ പരാതിയിൽ മലക്കം പറഞ്ഞ് CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല CPIM എന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പുതിയ പ്രതികരണം. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവർക്ക് CPIM-ഉമായി ബന്ധമില്ലെന്നും രാജു എബ്രഹാം പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM, ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാരഡി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാരഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, പാർട്ടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത്? സ്മിത, ഇപ്പോഴങ്ങനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പാരഡി പാട്ടിനെതിരെ CPM പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നതാണ്. മതവികാരം വ്രണപ്പെടുന്ന തരത്തിൽ ആ പാട്ടിലെ വരികളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഒരു യൂട്ടേൺ അടിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. CPM ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അല്ലാതെ CPM ഒരു തരത്തിലും അതിനെ നിയമപരമായിട്ട് പോകുന്ന കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു മലക്കം മറിച്ചിലേക്ക് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഈ പാട്ടിന്റെ കാര്യത്തിൽ പോയിട്ടുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.